തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ BJP കടുത്ത പ്രതിരോധത്തിലായി. തിരുവനന്തപുരത്തെ പാർട്ടി അണികളെ പോലും ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയാതെ പോവുകയാണ്. നമ്മുടെ ആളുകൾക്ക് ഞാൻ ലോണെല്ലാം കൊടുത്തു, അവരെല്ലാം കൂടി വഞ്ചിച്ചു എന്നത് മറ്റുള്ളവരെ കുറിച്ചാണെന്ന് BJP നേതാക്കന്മാർ പറയുമ്പോഴും ഇത് BJP പ്രവർത്തകർ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷബീദ്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. കൗൺസിലർ അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ BJP എത്തിച്ചേർന്നിരിക്കുന്നത് വലിയ പ്രതിരോധത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസവും BJP ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഈ ബാങ്കിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി അനിൽ പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ BJP ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. മാത്രവുമല്ല, അതിൽ എന്തെങ്കിലും തരത്തിൽ വിശദീകരണം നടത്തേണ്ടതോ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്നുള്ളതാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. ഇതോടുകൂടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകർക്കിടയിൽ ഇക്കാര്യം സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത്. പ്രത്യേകിച്ച് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി തന്നെ നമ്മുടെ ആളുകൾ എന്ന് എടുത്തു പറയുന്നുണ്ട്. സ്വാഭാവികമായും അത് BJP പ്രവർത്തകരാണെന്നുള്ള വിവക്ഷ അത് BJP പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ചർച്ചയാണ്. മാത്രവുമല്ല, ആ തർക്കം ഇപ്പോൾ പരസ്യമായി പൊട്ടിപ്പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു BJP കൗൺസിലറുടെ ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുകയാണ്. വലിയ കൗൺസിലറുടെ ഭർത്താവാണ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം, വർഷങ്ങളായി വായ്പയെടുത്ത പണം തിരിച്ചടയ്ക്കാത്ത ആളുകളും അനിലേട്ടന്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടത് വേദനാജനകമാണ്. മാത്രവുമല്ല, ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സംവിധാനം, കൂടാതെ നാഗ്പൂരിലും വടക്കേ ഇന്ത്യയിലെയും സംഘികൾ ഇതിനേക്കാൾ ഭേദമാണെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് വൈകാരികമായ ഒരു കുറിപ്പാണ്. സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലയിലെ കുറച്ചെങ്കിലും BJP പ്രവർത്തകരുടെ വികാരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം, അനിലിന്റെ കുടുംബത്തിനും ഇത് സംബന്ധിച്ച ചില തർക്കങ്ങൾ BJP നേതൃത്വത്തിനോടുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. CPM ഇത് രാഷ്ട്രീയ വിഷയമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.